ഹായ്, എല്ലാവർക്കും ലിഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും SSLCയിൽ മികച്ച വിജയം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ കുറച്ച് കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മെയ് മാസം 14-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 14-ാം തീയതി ആണെന്ന് വിചാരിച്ച് 14-ാം തീയതി തന്നെ റഷായിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അതേപോലെ ജനസേവാ കേന്ദ്രങ്ങളിലോ പോയിട്ട് ക്യൂ നിൽക്കേണ്ടതില്ല. നമുക്ക് ഇത്രയും ദിവസമുണ്ട്. ഈ ദിവസത്തിനുള്ളിൽ പോയിട്ട് നമുക്ക് വളരെ സമാധാനപരമായിട്ട് എന്ത് ചെയ്യാം, അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആദ്യം കൊടുത്ത ആൾക്കാർക്ക് ആദ്യം അഡ്മിഷൻ കിട്ടുമെന്നുള്ള സിസ്റ്റമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാരണം കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്കുകളും അതുപോലെ തന്നെ മറ്റ് ഗ്രേഡ് പോയിൻറ്റുകളുമുണ്ട്. അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഏത് സ്കൂളിൽ എങ്ങനെയെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ദെൻ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജനസേവാ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ, അതുകൂടാതെ ഹയർ സെക്കൻഡറി ഉള്ള എല്ലാ സ്കൂളുകളിലും തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുകളിൽ നിങ്ങൾക്ക് ചെല്ലാം. ആ ഹെൽപ്പ് ഡെസ്കുകളിൽ പോയ ശേഷം പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, അതായത് നിങ്ങൾ ഫോൺ നമ്പർ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു OTP വരും നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ആ OTP നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ആ ഒരു ഫോൺ നിങ്ങൾ കയ്യിൽ കരുതണം. സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് നമ്മുടെ ഇവിടെ പുൽപ്പള്ളിയിലാണ്, മുള്ളംകൊല്ലി ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നിങ്ങൾക്ക് മുള്ളംകൊല്ലി സ്കൂളിൽ പോകാം, പെരിക്കലൂർ സ്കൂളിൽ പോകാം, വിജയയിൽ പോകാം. അതേപോലെ ജയശ്രീ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളിലൊക്കെ ചെല്ലാവുന്നതാണ്. അവിടെയൊക്കെ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഇരിക്കുന്ന പുതിയ ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ആധാർ കാർഡും ഫോൺ നമ്പറും ഫോണും കൊണ്ടുപോകണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള, അതായത് സർട്ടിഫിക്കറ്റ്സ്, ഇപ്പം NCCൻ്റെയോ അതേപോലെ തന്നെ കൈറ്റ്സിൻ്റെ, ലിറ്റിൽ കൈറ്റ്സ്, അതേപോലെ തന്നെ SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ അതുപോലെയുള്ള സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾ എടുക്കണം. കാരണം നമ്മൾ ആ അപേക്ഷ കൊടുക്കുന്നതിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത അതോറിറ്റീൻ്റെ പേര് എന്നീ കാര്യങ്ങൾ നമ്മളവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇനി നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവാം. ഫുൾ A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് സയൻസ് എടുക്കാനാണ് താല്പര്യം. ഏത് സ്കൂളിലായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സയൻസ് ലഭ്യമായിട്ടുള്ളത് ഒന്ന് മുള്ളംകൊല്ലിയാണ്. മുള്ളംകൊല്ലി സെൻറ്റ് മേരീസിലുണ്ടാവും. അതേപോലെ വിജയ HSലുണ്ടാവും. വിജയ ഹയർ സെക്കൻഡറിയിൽ വിജയയിലുണ്ട്. അതേപോലെ തന്നെ ജയശ്രീ ഉണ്ട്. അതേപോലെ തന്നെ പെരിക്കല്ലൂരുണ്ട്. ഇനി നടവയലിലേക്ക് പോവുകയാണെങ്കിൽ സെൻറ്റ് തോമസ് ഉണ്ട്. സെൻറ്റ് തോമസ് നടവയൽ. അതുപോലെ തന്നെ പയ്യമ്പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ സെൻറ്റ് കാതറിൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ആറാട്ടുതറയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീർവാരം സ്കൂളുണ്ട്. ഇതൊക്കെ ഏകദേശം നമുക്ക് അടുത്തുള്ള സ്കൂളുകളാണ്. ഇനിയിപ്പം മാനന്തവാടിയൊക്കെ ആണെങ്കിൽ ഓപ്ഷൻസ് വീണ്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് സയൻസ് വിഷയമാണ് പഠിക്കേണ്ടത്. ഏത് സ്കൂളാണെങ്കിലും എനിക്ക് സയൻസ് പഠിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ വീട് മുള്ളംകൊല്ലി അടുത്തായതുകൊണ്ട് എനിക്ക് മുള്ളംകൊല്ലി പോകുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. ഓക്കെ, നമ്മളങ്ങനത്തെ പ്രയോറിറ്റിയാണ് നോക്കേണ്ടത്. സയൻസ് പഠിക്കണം. അപ്പോൾ വാഹന സൗകര്യമൊക്കെ വെച്ച് എനിക്ക് മുള്ളംകൊല്ലിയാണ് ഏറ്റവും അടുത്ത്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക മുള്ളംകൊല്ലിയിൽ സയൻസിനായിരിക്കും.
ഓക്കെ, മുള്ളംകൊല്ലി സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള ആ സ്ട്രീമിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കും. ദെൻ രണ്ടാമത് എനിക്ക് മുള്ളംകൊല്ലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് സയൻസ് തന്നെ മതി, അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഞാനിവിടെ കൊടുക്കും, വിജയയിൽ കൊടുക്കും. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ വിജയയിൽ കൊടുക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇനി വിജയ കിട്ടിയില്ലെങ്കിൽ ജയശ്രീയിൽ കിട്ടിയാലും മതി, എനിക്ക് സയൻസ് പഠിക്കണം. ഇനി ജയശ്രീ കിട്ടിയില്ലെങ്കിലും എനിക്ക് പെരിക്കല്ലൂരെങ്കിലും കിട്ടിയാൽ മതി, എന്തിന്, സയൻസ് പഠിക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, പെരിക്കല്ലൂർ സയൻസ് കൊടുക്കാം. ഇനി പുൽപ്പള്ളി ഭാഗങ്ങളിലുള്ളവർക്കാണെങ്കിൽ ഈ മറ്റ് സ്കൂളുകളൊക്കെ എന്താണ്, കുറച്ച് അകലെയാണ്. പയ്യമ്പള്ളി ബ്രാഞ്ചിലെ കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്കൂളുകൾ അവർക്ക് അടുത്തുമാണ്. നേരെ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഏത് സ്ട്രീമാണ്, ഇപ്പോൾ സയൻസ് തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ ഏത് സ്കൂളിലാണെങ്കിലും എനിക്ക് സയൻസ് കിട്ടണം. അപ്പോൾ പോസിബിളായിട്ടുള്ള എല്ലാ സ്കൂളുകളിലും സയൻസ് എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നോ പ്രോബ്ലം. എനിക്കിനി ഫിഫ്ത്ത് ഓപ്ഷനൊക്കെ കൊടുക്കാം, സെൻറ്റ് തോമസ് നടവേല കൊടുക്കാം. പക്ഷേ ആ ഓപ്ഷനിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ഞാൻ താഴേക്കുള്ള എൻ്റെ ഓപ്ഷനുകളൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പം ഞാൻ അത് കൊടുത്തു. ഇനി അത് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിക്കുകയാണ്, പിന്നെ ഇനി എനിക്ക് സയൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഫുൾ A+ ആണെങ്കിലും 9 A+ ആണെങ്കിലും എന്നാൽ പിന്നെ ഞാൻ സയൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഓവർ കോൺഫിഡൻസ് കാണിക്കണ്ട. ഒന്ന് രണ്ട് കുറച്ച് സ്കൂളുകൾ, ഒരു 4-5 സ്കൂളിലെങ്കിലും എപ്പോഴും കൊടുത്തിടുന്നത് നല്ലത് തന്നെയാണ്. ദെൻ അതിനുശേഷം, കാരണം സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്കൂളിൽ മാത്രം കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടില്ല എന്നല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ കിട്ടാണ്ട് പോകും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാതെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് 3 അലോട്ട്മെൻ്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിനെ കിട്ടുമ്പോഴേക്കും നമ്മൾ മാനസികമായിട്ട് ചിലപ്പോൾ തളർന്നു പോകും, കിട്ടിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട്. ഫുൾ A+ കിട്ടിയവർക്കും അതുപോലെ തന്നെ കവനേരി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഹയർ സെക്കൻഡറി ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുൻപ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് 24-ാം തീയതി, പറയാം, ഞാൻ അതിലേക്ക് വരാം. അപ്പം അലോട്ട്മെൻറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു 4 സ്കൂളൊക്കെ മിനിമം കൊടുക്കുക, 4 തൊട്ട് 5 സ്കൂൾ വരെ മിനിമം കൊടുത്തിട്ടിരിക്കുക. ഓക്കെ, ഇതിനകത്ത് കൊടുത്ത ശേഷം സയൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വിജയിലും ജയശ്രീയിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. എൻ്റെ അടുത്ത 6-ാമത്തെ 7-ാമത്തെയും ഓപ്ഷൻ എന്ന് പറയുന്നത് വിജയിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കൊടുത്തു. ഏത്, 5-ാമത്തെ ഓപ്ഷൻ എന്ന രീതിയിൽ. ജയശ്രീയിൽ ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസിന് ഞാൻ കൊടുത്തു. എൻ്റെ 6-ാമത്തെ ഓപ്ഷനായി. ഓക്കെ, ഇനി കാരണം എനിക്ക് സയൻസ് പഠിക്കണം എന്നാണ് ആഗ്രഹം. ദെൻ ഞാൻ ഇനി സയൻസ് മാത്രമേ കൊടുക്കുള്ളൂ എന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ഓപ്ഷനായിട്ട് ഇപ്പോൾ മുള്ളംകൊല്ലിയിൽ എന്തില്ല, കൊമേഴ്സ് ഇല്ല. ഞാൻ വിജയിൽ കൊമേഴ്സിന് എന്ത് കൊടുത്തു, എൻ്റെ 7-ാമത്തെ ഓപ്ഷൻ ഞാൻ വിജയിൽ കൊടുത്തു. ദെൻ കൊമേഴ്സ് എന്ന രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ജയശ്രീയിൽ ഞാൻ 8-ാമത്തെ ഓപ്ഷൻ കൊടുത്തു. അതേപോലെ പെരിക്കല്ലൂർ കൊമേഴ്സിന് ഞാൻ എന്ത് കൊടുത്തു, 9-ാമത്തെ ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇത് ആദ്യം സയൻസ് കൊടുത്തു, പിന്നെ കൊമേഴ്സ് കൊടുത്തു. ഫുൾ A+ ഒക്കെ കിട്ടിയ ആൾക്കാർക്ക് 9 A+ ഉള്ളവരൊക്കെ ഇത്രയൊക്കെ കൊടുത്താൽ മതിയാവും. ഇത് കൂടുതലൊന്നും എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇനി അല്ലാത്തവരാണെങ്കിൽ, കുറച്ച് സംശയം തോന്നുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് വന്ന ശേഷം മുള്ളംകൊല്ലിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് കൊടുക്കാം, വിജയയിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കാം, ജയശ്രീയിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കാം, പെരിക്കല്ലൂർ ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. ഓക്കെ, ദെൻ താഴേക്കുള്ള സ്കൂൾ അതിനൊക്കെ ശേഷം, ഇത് നമുക്ക് കുറച്ചും കൂടി അടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ്. ദെൻ പയ്യമ്പള്ളി ഭാഗം, അങ്ങനെ മാനന്തവാടി ഭാഗമുള്ളവർക്ക് ഇതാണ് അടുത്തായിട്ട് വരിക. അപ്പോൾ ഇതിനനുസരിച്ച് വേണം ഓപ്ഷൻ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറ്റു സ്കൂളുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഓപ്ഷനും കൂടി കൊടുക്കാൻ വേണ്ടി സാധിക്കും. മാർക്ക് കുറച്ച് കുറഞ്ഞു പോയ ആൾക്കാരൊക്കെ നിർവ്വാണം സ്കൂളിലൊക്കെ കൊടുത്താൽ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ പോയിട്ട് താൽക്കാലിക, നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ ഉദ്ദേശിച്ച സ്ട്രീം തന്നെയാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യാം, പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് അവിടെ അഡ്മിഷൻ എടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് വിചാരിക്കുക. ഇഷ്ടമല്ലാത്ത സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ മറ്റു സ്കൂളിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. പോയിട്ട് എന്ത് അഡ്മിഷൻ എടുക്കണം, താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. അതിന് ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. താൽക്കാലിക അഡ്മിഷൻ എടുത്ത ശേഷം ഹയർ ഓപ്ഷനിലേക്ക്, അതായത് 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഹയർ ഓപ്ഷൻ. എനിക്ക് കിട്ടിയത് എൻ്റെ 8-ാമത്തെ ഓപ്ഷനാണ്. ജയശ്രീയിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ കൊമേഴ്സ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക.
അപ്പോൾ ഞാൻ ജയശ്രീയിൽ പോയിട്ട് ഞാൻ താൽക്കാലിക അഡ്മിഷൻ എടുക്കും, എന്നിട്ട് ഞാൻ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെ പരിഗണിച്ച ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികളെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്കൂളിൽ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾ എന്താണ് അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന സ്കൂളിൽ തന്നെ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് മുള്ളംകൊല്ലി സ്കൂൾ അല്ലെങ്കിൽ വിജയ സ്കൂൾ ഞാൻ ഉറപ്പിച്ചു, വിജയ സ്കൂളിൽ മാത്രം ഏത് കോഴ്സാണെങ്കിലും എനിക്ക് വിജയയിൽ പഠിച്ചാൽ മതി. അങ്ങനെയാണുള്ളതെങ്കിൽ വിജയ സ്കൂൾ നിങ്ങൾ എടുത്ത ശേഷം വിജയ സ്കൂൾ ഓപ്ഷൻ എടുക്കുക. അതിൽ വിജയ സ്കൂൾ എടുത്ത ശേഷം വിജയ സ്കൂളിൽ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് ആയിരിക്കും, ബയോളജി സയൻസ് ആയിരിക്കും. ബയോളജി സയൻസ് എടുത്തു. സെക്കൻഡ് ഓപ്ഷൻ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. തേർഡ് ഓപ്ഷൻ എന്ത് ചെയ്യുക, കൊമേഴ്സ് കൊടുക്കുക. ഫോർത്ത് ഓപ്ഷൻ എന്ത് ചെയ്യുക, ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ആദ്യത്തെ 4 ഓപ്ഷൻസും അവിടെ തന്നെ കൊടുക്കുക. ഓക്കെ, ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതെങ്കിൽ. ഓക്കെ, ഇനി ഒരു സ്ട്രീം ഒരു സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ കിട്ടിയാലും, എനിക്ക് സയൻസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് ഹ്യൂമാനിറ്റീസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുള്ളംകൊല്ലിയിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ അടക്കം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ 8ാമത്തെ 9ാമത്തെ ഓപ്ഷനായിരിക്കും മുള്ളംകൊല്ലി ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. 9ാമത്തെ 10ാമത്തെ ആയിക്കോട്ടെ, 10ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മുള്ളംകൊല്ലിയിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി. നിങ്ങൾ ഉദ്ദേശിച്ച സയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏറ്റവും താഴെ കിടക്കുന്ന ഓപ്ഷനിലൊന്നാണ് മുള്ളംകൊല്ലിയിലെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിൽ നിന്ന് ഹ്യൂമാനിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് എന്തിലേക്ക് മാറാൻ പറ്റും, സയൻസിലേക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് അതിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ഇതേ കാര്യം തന്നെ ഇപ്പോൾ വിജയയിലാണെങ്കിൽ, വിജയയിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത് ഇല്ലെങ്കിൽ കൊമേഴ്സ് ആണ് കിട്ടിയത്. കൊമേഴ്സ് നിങ്ങളുടെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ ഓപ്ഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലുള്ള കിട്ടിയ ആൾക്കാരെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തുനിന്ന് ആൾക്കാരെ പരിഗണിക്കുക. കോഴ്സ് ട്രാൻസ്ഫറും അതേപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫറും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ആളെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വിജയയിൽ ഇപ്പോൾ കൊമേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സയൻസിലേക്ക് മാറാൻ വേണ്ടി അവിടെ ഒരു സാധ്യത ഉണ്ട്. സാധ്യതയുണ്ടെന്നല്ല, നമുക്ക് അവിടെ കോഴ്സ് ട്രാൻസ്ഫർ എന്ന രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാം. എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വരും. സെക്കൻഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡെസ്പാവുകയൊന്നും വേണ്ട. ഓക്കെ, സീറ്റുകളൊക്കെ ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. വയനാട്ടിലൊക്കെ സീറ്റ് മിച്ചമാണ് വരുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷം തൊട്ട് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻറ്റും കൂടിയുണ്ട്. ഓക്കെ, ഏത് അലോട്ട്മെൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോയി താൽക്കാലിക അഡ്മിഷനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അഡ്മിഷനോ എടുക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഒന്നിലധികം സ്കൂളുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മോൾക്ക് പറ്റിയൊരു കാര്യമാണ്, ഇവിടെ അതായത് വയനാട് ജില്ലയിൽ കൊടുക്കാതെ ആൾ കണ്ണൂർ പോയിട്ടായിരുന്നു പഠിക്കുന്നത്. അമ്മ വീട്ടിൽ നിന്നായിരുന്നു പഠിക്കേണ്ടത്. കണ്ണൂർ മാത്രമുള്ള ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കാണ് അപേക്ഷ അതിൽ ആൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലകളിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ആഗ്രഹം എന്നല്ല, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ മാറി നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിലെ അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതിനൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എറണാകുളത്ത് പോയിരുന്നു പഠിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള സ്കൂളുകൾ ഫസ്റ്റ് ഓപ്ഷനായിട്ടും ഒപ്പം വയനാട് റവന്യൂ ജില്ലയിലെ സ്കൂളുകൾ സെക്കൻഡ് ഓപ്ഷനായിട്ടും കൊടുക്കാം. കാരണം നമുക്ക് അടുത്ത വർഷം മുന്നോട്ട് പഠിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് പഠിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചാൽ എറണാകുളത്തെ സ്കൂളിൽ തന്നെ കിട്ടിയാൽ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യും, അഡ്മിഷൻ താൽക്കാലികമാണെങ്കിൽ താൽക്കാലികം എടുക്കും, ഹയർ ഓപ്ഷന് വേണ്ടി അപേക്ഷിക്കും. ഇനി നമുക്ക് കിട്ടിയത് നമ്മൾ 2ാമത്തെ ഓപ്ഷനാണ് വയനാട് ജില്ല വെച്ച്. വയനാട് ജില്ലയിലാണ് കിട്ടിയത്. വയനാട് ജില്ലയിൽ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ദെൻ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വയനാട് ജില്ലയിലെ ആ അഡ്മിഷൻ അവിടെ ക്യാൻസലാവും.
തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് പോകുവാനും സാധിക്കും. അപ്പോൾ മാർക്ക് കുറവുള്ള ആൾക്കാരൊക്കെ മാക്സിമം സ്കൂളുകളിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങ് ലോകത്തിൻ്റെ അറ്റത്തുള്ള സ്കൂളിലേക്കൊന്നും പോയി കൊടുക്കണ്ട. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് സ്കൂളുകൾ ഈ പറഞ്ഞ് ഞാൻ ഇതിനകത്ത് തന്നെ ഒരുപാട് സ്കൂൾ എഴുതിയിട്ടുണ്ട്. ഇത് അല്ലാണ്ട് തന്നെ ഒരു സ്കൂളുകളുമുണ്ട്. മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ കുറച്ചധികം സ്കൂളുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് നിർവാരം സ്കൂളാണ് കിട്ടിയെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കൊടുക്കാം. ഇപ്പോൾ നിർവാരം ഞാൻ ലാസ്റ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടും. തൊട്ട് മുകളിലുള്ള ഏത് വേണമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ സെൻറ്റ് തോമസ് നടവേലാണെന്ന് വിചാരിച്ചോളൂ. അവിടെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി നടവേല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടുത്ത അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് കൊടുക്കാം. തേർഡ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ ഈ താഴത്തെ ഒന്നും പിന്നെ ലഭ്യമായിരിക്കില്ല. ഹയർ ഓപ്ഷൻ, മുകളിലേക്കുള്ള ഓപ്ഷൻ, ഇപ്പോൾ ജയശ്രീയോ വിജയോ മുള്ളൻകൊല്ലിയോ തുടങ്ങിയ പെരിക്കല്ലൂരോ തുടങ്ങിയ സ്കൂളുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. ദെൻ ലാസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. സപ്ലിമെൻ്ററി ഘട്ടം എന്ന് പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? 1ലും 2ലും 3ലും കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ഓരോ സ്കൂളുകളും അവരുടെ സ്കൂളുകളിൽ ഓരോ കോഴ്സിലും സയൻസിൽ ഇത്ര സീറ്റ് ഒഴിവുണ്ട്, ഹ്യൂമാനിറ്റീസിൽ ഇത്ര സീറ്റ് ഒഴിവുണ്ട്, കൊമേഴ്സിൽ ഇത്ര സീറ്റ് ഒഴിവുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ പെരിക്കല്ലൂർ സ്കൂളിൽ കിട്ടിയ ഒരാൾക്ക് മുള്ളൻകൊല്ലി സ്കൂളിൽ 4 സീറ്റ് ഒഴിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വരണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് വരാം. തിരിച്ച് മുള്ളൻകൊല്ലി കിട്ടിയ ആൾക്കാർക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ പെരിക്കല്ലൂരാണ് കിടക്കുന്നതെങ്കിൽ തിരിച്ച് പെരിക്കല്ലൂർ സ്കൂളിലേക്കും പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ട്രയൽ അലോട്ട്മെൻറ്റും കൂടി കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യ അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 24-ാം തീയതിയാണ് വരുന്നത്. നിലവിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും പാളിച്ചകളോ ഫാൾട്ടുകളോ, കൊടുത്ത സ്ട്രീമുകളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പോൾ കൊടുത്തിട്ട് വന്ന ശേഷമായിരിക്കും കൂട്ടുകാരികൾ പറയുക, ഞാൻ ഇങ്ങനെയാണ് കൊടുത്ത്, ഞാൻ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അയ്യോ ഞാനത് കൊടുത്തില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. എന്ത് ചെയ്യാം, ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അതായത് 24-ാം തീയതി നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ഇനി ഓർക്കണം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്ന് 100% ഉറപ്പൊന്നുമില്ല. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാനും സാധ്യതയുണ്ട്. അത് ട്രയൽ മാത്രമാണ്. ഓക്കെ. മതിയായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻ്റ് ഉള്ളത്. ദെൻ ആദ്യ അലോട്ട്മെൻറ്റ് അതിനുശേഷം 2-ാം തീയതിയാണ് വരുന്നത്. അലോട്ട്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവുക, ഫീസ് അടയ്ക്കുക, സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ പോവുക താൽക്കാലിക അഡ്മിഷൻ എടുക്കുക. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അഡ്മിഷന് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് എന്താണ്, 17-ാം തീയതിയാണ്. 17-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് 2ാമത്തെ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ 3ാമത്തെ അലോട്ട്മെൻറ്റൊക്കെ വരും. 17-ാം തീയതി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം 18-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. 18-ാം തീയതി, ജൂൺ 18-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ദെൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ക്ലാസ്സുകൾ നഷ്ടമാവും. കാരണം സപ്ലിമെൻ്ററി അഡ്മിഷൻ വരുന്ന 28/6 തൊട്ട് 23/7 വരെ കുറച്ച് അധികം ദിവസങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. കുറച്ച് ക്ലാസ്സുകൾ ചിലപ്പോൾ മിസ്സാകാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ചിലപ്പോൾ കുറച്ച് നാളൊക്കെ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിലേക്ക് ഉദ്ദേശിച്ച സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുക. എന്നാലും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ അവൈലബിൾ ആണ്. ഇനി ഇതല്ലാതെ ഇനി +1 +2 അല്ലാതെയും മറ്റു ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പോളിടെക്നിക്ക്, മീനങ്ങാടി അതേപോലെ തന്നെ ദ്വാരകയൊക്കെ നമുക്ക് മാനന്തവാടി പോളിടെക്നിക്കുകളുണ്ട്. അതേപോലെ മേപ്പാടിയൊക്കെ ഉണ്ട്. പോളിടെക്നിക്കുകളിലേക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തിരക്കൊന്നും കൂട്ടാതെ പോയിട്ട് അലോട്ട്മെൻറ്റുകൾ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. സംശയമുണ്ട് എന്നോട് വിളിച്ച് ചോദിക്കാൻ മറക്കണ്ട. അതിനുശേഷം നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ തിരുത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ. എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.